Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് എല്ലാ വീക്കിലും ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ന്യൂസും നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് യബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർസ് സ്റ്റാർട്ട് ചെയ്യാം. iOS 18.3 ഒരു റിലീസ് ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. അത് എത്ര പേര് അറിഞ്ഞു എനിക്കറിയില്ല, പക്ഷെ അത് ഓൺലി ഫോർ iPhone 11 സീരീസിന് മാത്രം. അതും നമുക്ക് ഓവർ ദ എയർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റെഗുലറായിട്ട് ഈ പറഞ്ഞ ഐഫോൺ എടുത്ത് സെറ്റിങ്സിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ iMac അല്ലെങ്കിൽ മാക്ബുക്കോ അല്ലെങ്കിൽ iTunes നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് വിൻഡോസിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന iOS 18.3 റിലീസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആപ്പിൾ iOS 18.2.1 എന്ന് പറഞ്ഞ അപ്ഡേഷൻ നമ്മുടെ iOS 18.3 തൊട്ട് മുമ്പുണ്ടായ അപ്ഡേഷനാണ് 18.2.1. ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ ഇപ്പോൾ സൈൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് iOS 18.2.1 ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടുന്നത് വെച്ചാൽ iOS 18.3 മാത്രമാണ് ഇപ്പോൾ IPSW ഫയലായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഫയല്. അതുകൊണ്ട് തന്നെ കുറേയധികം ബഗ്ഗുകൾ ഈ iOS 18.3 കിട്ടുന്നുണ്ട്. എനിക്ക് തന്നെ നല്ല രീതിയിൽ ക്യാമറ സ്റ്റക്ക് ആവുന്ന ഒരു ബഗ് ഉണ്ട്. കുറേ കൂട്ടുകാർക്ക് നല്ല രീതിക്ക് ഹീറ്റ് ആവുന്ന ഒരു ബഗ് ഉണ്ട്. സോ ഈ ഒരു iOS 18.2.1 ആപ്പിൾ സൈൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ iOS 18.3.1 എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേഷൻ മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ iOS 18.4 ഒരു ബീറ്റ 1 നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് എത്ര പേര് ആപ്പിൾ മ്യൂസിക് യൂസേഴ്സ് ആണ്. ഈവൻ പേഴ്സണലി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് ആപ്ലിക്കേഷൻ ആപ്പിൾ മ്യൂസിക് തന്നെയാണ്. നിങ്ങൾ ഒരു ആപ്പിൾ യൂസർ അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക് യൂസർ ആണെങ്കിൽ എന്താണ് നമ്മുടെ വീഡിയോ തൊട്ടത് കമൻറ്റ് ചെയ്യുക. ഇത് ചോദിക്കാനായിട്ടുള്ള ഒരു സ്പെസിഫിക് റീസൺ ഉണ്ട്. നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ ആപ്പിൾ മ്യൂസിക് ഇപ്പോൾ ഒരു പുതിയ ഒരു ഓഫർ കൊണ്ടുവന്നുണ്ട്. ഏകദേശം 6 മാസത്തേക്ക് $2.99 നിങ്ങൾക്കൊരു പ്ലാൻ കിട്ടും. അതായത് ഏകദേശം ഒരു $3 നിങ്ങൾക്ക് ഈ ഒരു 6 മാസത്തെ പ്ലാൻ കിട്ടും. നിങ്ങളൊന്ന് ആപ്പിൾ മ്യൂസിക് യൂസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നല്ല സ്പീക്കേഴ്സും അതോടൊപ്പം നല്ല ഹെഡ്ഫോൺസും വെച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ ഹൈറസ് ലോസ്ലെസ് സ്പേഷ്യൽ ഓഡിയോ, ഡോൾബി അറ്റ്മോസ് എന്നീ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആപ്പിൾ മ്യൂസിക് ഇത്രയും പേ ചെയ്താൽ പോലും നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ആപ്പിൾ മ്യൂസിക് തന്നെ യൂസ് ചെയ്യുന്നത്. സ്പോട്ടിഫൈ കുറച്ചും കൂടെ പ്രൈസ് കുറവായിരിക്കും, എന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു കമ്പോസർ എങ്ങനെയാണ് അവരുടെ സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു സെയിം ഡെപ്തും ഫീൽഡും എല്ലാം നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക്കിൽ ലഭിക്കും. അതിനുവേണ്ടി ആപ്പിളിൻ്റെ ഒരു AALC എന്നാണ് ആപ്പിൾ കൊഡാക്കിൻ്റെ ഒരു ലോസ്ലെസ് ഫോമാറ്റ് ആപ്പിളിന് വേണ്ടി മാത്രമുണ്ട്. ആ ഒരു ഫോമാറ്റിൽ ഒട്ടും കംപ്രസ് ചെയ്യാതെ, പക്ഷേ ഈ പറഞ്ഞ ഫയൽ സൈസ് മാക്സിമം ഒട്ടും കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം ക്വാളിറ്റി തന്നുകൊണ്ട് സൈസ് വലുതായിട്ട് കൂട്ടാതെയാണ് ആപ്പിൾ ഈ ഒരു കൊഡാക്കിൽ നമുക്ക് തരുന്നത്. സോ നിങ്ങളൊരു മ്യൂസിക് ലവർ ആണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ആപ്പിൾ മ്യൂസിക് തന്നെയാണ്. സോ 6 മാസത്തേക്ക് $2.99 ഇപ്പോൾ ആപ്പിൾ മ്യൂസിക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കഴിഞ്ഞ മാസം ജാനുവരിയുടെ ആ ഒരു റീപ്ലേ 2025 എന്നൊരു റീപ്ലേയും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ആപ്പിൾ മ്യൂസിക് യൂസർ ആണെങ്കിൽ ആ റീപ്ലേ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് replay.applemusic.com അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. വേണമെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈസിയായിട്ട് ക്ലിക്ക് ചെയ്ത് അതെടുക്കാവുന്നതാണ്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ഒഫീഷ്യലി ഒരു പുതിയ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ന്യൂസ് വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു ഒരു പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ആ ഒരു ആപ്ലിക്കേഷൻ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ഇൻവൈറ്റ്സ്. ഈ ഒരു ഇൻവൈറ്റ്സ് എന്ന ആപ്ലിക്കേഷൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഹ്യൂജ് മാരേജ് ഫംഗ്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ കസിൻസിൻ്റെയോ നിങ്ങളുടെ കുട്ടികളുടെ ആരെങ്കിലും നല്ലൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ വരുന്നുണ്ട്. ആപ്പിൾ യൂസേഴ്സ് മാത്രമല്ല ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതാണല്ലോ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ആപ്പിൾ iCloud Plus സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വേണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ആപ്പിളിൻ്റെ iCloud Plus യൂസറാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ
ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിത് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള ആൾക്കാരെയും ലൊക്കേഷൻ, ടൈം, അവിടെ പോകേണ്ട മാപ്പ് എല്ലാ കാര്യങ്ങളും എനിക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു ലിങ്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഈ ലിങ്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഐക്ലൗഡിൻ്റെ പ്ലസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ട. സോ ഇത് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനും iOS യൂസേഴ്സിനും കറക്റ്റായിട്ട് കിട്ടും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആൻഡ്രോയിഡുള്ള കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യാം. അവർക്കൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസർ കൂടെ ആയിരിക്കും ഈ പറയുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഈ ഒരു ഇൻവൈറ്റ്സിൻ്റെ ഫുൾ കാര്യങ്ങളും ഒരു വെബ്സൈറ്റിലൂടെ ആയിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുക. ഐഫോൺ യൂസേഴ്സിന് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ ഡെഡിക്കേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് കിട്ടിയ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് M5 സീരീസിൻ്റെ പ്രൊഡക്ഷൻ ആപ്പിൾ ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ആപ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൊല്ലം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു M5 പ്രോയിൻ്റെ ഒരു മാക്ബുക്സ് ലൈനപ്പ് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കൊല്ലം വരാൻ പോകുന്ന പുതിയ പ്രൊഡക്റ്റുകളുടെ ഒരു ഫുൾ ലിസ്റ്റ് ജാനുവരി തൊട്ട് അല്ലെങ്കിൽ 2025 മുതൽ അവസാനം ഡിസംബർ വരെ വരാൻ പോകുന്ന ഫുൾ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടിയായിരുന്നു. അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്തത്. നമ്മളെല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ പോകുന്നു. സോ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന കൂട്ടാനാണെങ്കിൽ എന്തായാലും അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ അടുത്ത വീക്ക് എന്ന് വെച്ചാൽ ഈ വരുന്ന വീക്കിൽ തന്നെ iPhone SE 4th ജനറേഷൻ വരും എന്നാണ് മാർക്ക് ഗർമൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലായത്. സോ നെക്സ്റ്റ് വീക്ക് ഒരു പ്രസ് റിലീസ് ഒക്കെ ആയിരിക്കും ആപ്പിൾ ഈ പറഞ്ഞ iPhone SE 4th ജനറേഷൻ കൊണ്ടുവരാൻ പോകുന്നത്. ഈ 4th ജനറേഷനിൽ നമുക്ക് iPhone 14 ബോഡി, A18 ചിപ്പിൻ്റെ പ്രൊസസ്സർ, ആപ്പിൾ ഇൻ്റലിജൻസ്, USB-C, നോച്ച് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. നോച്ച് ആപ്പിൾ മാറ്റിയുള്ള കാരണം iPhone 14 ബോഡി ആയതുകൊണ്ട് നോച്ച് നമുക്കുണ്ടാവും, സിംഗിൾ ക്യാമറ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് വേറെ കേട്ട കുറച്ച് കരക്കമ്പി എന്ന് പറഞ്ഞാൽ ആപ്പിൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ചധികം വൈഫൈൻ്റെ ചിപ്പ്, 5G മോഡത്തിൻ്റെ ചിപ്പ്, ഇതെല്ലാം ആപ്പിൾ ഈ ഒരു ഡിവൈസിൽ ഇൻബിൽഡായിട്ട് വെക്കും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ചോദിക്കട്ടെ, ഫെബ്രുവരി 14 എന്താ പരിപാടി? അല്ല, കുറേ പേർക്ക് എന്തായാലും വർക്കൗട്ട്സ് ഉണ്ടാവുമല്ലോ. അത് ജോക്സ് അപ്പാർട്ട്, ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് ഫെബ്രുവരി 14 ആപ്പിളിൻ്റെ അല്ലെങ്കിൽ വേൾഡ് ഹാർട്ട് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ എല്ലാ കൊല്ലവും വരാൻ പോകുന്ന ആ ഒരു ഫെബ്രുവരി 14 സ്പെഷ്യൽ വർക്കൗട്ട് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഫെബ്രുവരി 14 ആ ഒരു ഹാർട്ടിൻ്റെ ഒരു വർക്കൗട്ട് ചലഞ്ച് വരുന്നത്. സോ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം അവാർഡുകളും സ്റ്റിക്കേഴ്സും ഇമോജീസ് ഒക്കെ ലഭിക്കും. സോ കുറേ വർക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓർത്ത് ആപ്പിൾ വാച്ചുള്ള യൂസേഴ്സ് ആപ്പിൾ വാച്ച് കെട്ടി ഒന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. എന്താ ഒരു ഒന്നിൻ്റെ കൂടെ തള്ളുക എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ആൻഡ് ഓൾസോ 23 ഫെബ്രുവരി 23 നമ്മുടെ സ്വിഫ്റ്റ് സ്റ്റുഡൻറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആപ്പിൾ എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു പരിപാടിയാണ്. പുതിയ കോഡിങ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ പെർഫോമൻസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാലിബറും തെളിയിക്കാൻ വേണ്ടി ആപ്പിൾ തന്നെ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ സ്വിഫ്റ്റ് സ്റ്റുഡൻറ്റ് ചലഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാർ, നന്നായിട്ട് കോഡ് ചെയ്യുന്ന ആൾക്കാർ, പിള്ളേരൊക്കെ അറിയാമെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ആപ്പിൾ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ഇവൻ്റൊക്കെ കാണാം. അതായത് WW25 WWDC 2025 അത് കാണാൻ ചിലപ്പോൾ ആപ്പിളൊക്കെ ഇൻവൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ആപ്പിൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കുറേയധികം അടിപൊളിയായുള്ള കാര്യങ്ങൾ അവർ മാക്ക് തരും, അല്ലെങ്കിൽ അവർ കോഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു പിള്ളേർക്ക് അതൊരു ഗേറ്റ് വേ ആയിരിക്കും. സോ ഈ വരുന്ന ഫെബ്രുവരി 23 അതിൻ്റെ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് റിപ്പോർട്ട് ഇട്ടിരിക്കുന്നത്. ആപ്പിൾ ഒഫീഷ്യലി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോഡിങ് ചെയ്യുന്ന കൂട്ടുകാർക്കും കോഡിങ് താല്പര്യമുള്ള കൂട്ടുകാർക്കും ആപ്പിളിൽ കുറേയധികം സോഫ്റ്റ്വെയർസും ബാക്കി കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്കും ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും പിക്സാറിൻ്റെ ആപ്പിളിൻ്റെ തന്നെ സ്വന്തം കമ്പനി ആയിട്ടുള്ള പിക്സാറിൻ്റെ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻട്രോ സീൻ കണ്ടുണ്ടോ? അതിൽ ചാടി വരുന്ന ഒരു റോബോട്ടിക് ലാമ്പ് ഉണ്ട്. ആപ്പിളിൻ്റെ തന്നെ സ്വന്തം മിഷൻ ലേണിംഗ് ടീം അല്ലെങ്കിൽ റിസർച്ച് ടീം ഇപ്പോൾ ഒരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, ഒരു നമ്മുടെ കമാൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസ് തരുന്ന ഒരു ലാമ്പായിട്ടാണ് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ തന്നെ സ്വന്തം മിഷൻ ലേണിംഗ് ടീം ഒരു റിസർച്ച് നടത്തിയിരിക്കുന്നത്. നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോഴും നമ്മൾ വിളിക്കുമ്പോഴും നമ്മൾ വരുമ്പോഴും അതുപോലെ നമ്മൾ തട്ടുമ്പോഴൊക്കെ കുറേ നേരം റെസ്പോൺസ് തരുന്ന ഒരു ലാമ്പ്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു
ഹോം പോഡും ഐപാഡും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ഹോം ഹബ് സെക്യൂരിറ്റി ഫീച്ചർ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അത് മേ ബി ഇതേപോലെ ഹോം പോഡിൽ ഒരു തല പോലെ ഒരു ചെറിയ സ്റ്റെമ്മൊക്കെ വന്നിട്ട് ഐപാഡ് വരുമ്പോൾ ഒരു റോബോട്ടിക് ഫീൽ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അതിന് വേണ്ടിയായിരിക്കും ആപ്പിൾ ഈ പറയുന്ന റോബോട്ടിക് ലാമ്പ് ആപ്പിൾ ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ കൊണ്ടുവരുന്ന ആ ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ ആ കണ്ടിന്യൂറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ. വേറെ ഒരു കമ്പനിയിലും ഞാൻ കാണാത്തൊരു കാര്യമാണ് ആപ്പിൾ എന്നുള്ള കമ്പനിയിൽ ഞാൻ കണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചത് മനസ്സിലാവും. ആ കണ്ടിന്യൂറ്റി, ആ ഡീറ്റെയിൽ വേറെ ഒരു കമ്പനിയും ഞാൻ കണ്ടിട്ടില്ല. പിക്സാറിൻ്റെ ആ ഒരു സെയിം ലാമ്പ് തന്നെയാണ് അവരിവിടെ റോബോട്ടിക്സ് ആയിട്ടും ചെയ്തിരിക്കുന്നത്. ആ കണക്ഷൻ കണ്ടു. ആപ്പിളിന് തന്നെ സ്വന്തം പ്രൊഡക്റ്റുകളും കാര്യങ്ങളും തന്നെയാണ് അവർ മാക്സിമം ഡീറ്റെയിൽ ചെയ്യാനും ആ ഒരു കണ്ടിന്യൂ കൊടുക്കാനൊക്കെ ആയിട്ട് ആപ്പിൾ ശ്രദ്ധിക്കുന്നത്. ഇവന്തോ ആപ്പിളിൻ്റെ ഇവൻ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്രമാത്രം ഒരു സ്മൂത്ത് അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു ഹെവി ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ വേറെ ഏത് വീഡിയോസും നമുക്ക് കാണാൻ പറ്റും. വേറെ ടെക്നോളജിക്കൽ വീഡിയോസിൽ അവിടെ കാണാൻ പറ്റും. സാംസങ്ങിൻ്റെ ഇവൻ്റ് ഉണ്ട്, ഷവോമിയുടെ ഇവൻ്റ് ഉണ്ട്, കുറേയധികം കമ്പനീസിൻ്റെ ഇവൻ്റ് ഉണ്ട്. പക്ഷേ ആപ്പിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇവൻ്റ് തന്നെയാണ്. അത് വെറുതെ കണ്ടിരിക്കാൻ തന്നെ ആ ട്രാൻസിഷൻസും ഗ്രേക്കിൻ്റെ അടുത്ത് പോകുന്നതും തിരിച്ച് ടിം കുക്കിൻ്റെ അടുത്ത് വരുന്നതും ജോണിൻ്റെ അടുത്തേക്ക് പോകുന്നതും ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ ട്രാൻസിഷൻ തന്നെ നമ്മളെ പിടിച്ചെടുത്തും. സോ ആപ്പിളിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര മാത്രം പവർഫുള്ളാണ്. സോ ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും എല്ലാ വീക്കിലും നിങ്ങൾക്ക് അറിയാനായിട്ട് അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ടിപ്സ് ആയിക്കോട്ടെ, ട്രിക്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Evin Xavier signing from Evika.